അന്നോട് ഞാൻ പറഞ്ഞു. ഹലോ, ഫസ്റ്റ് എടുത്തതെന്ന് പറയാം. Hello, good afternoon. Good afternoon, Good afternoon, ma'am. Good afternoon, ma'am. Okay, are you ready? Yes, ma'am. Okay, എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക കേട്ടോ. മ്യൂട്ട് ചെയ്യരുത്. മനസ്സില മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, യെസ്. ടൈം ടേബിൾ തരാൻ 2 ദിവസം കൂടിയും ചിലപ്പോ നോക്കേണ്ടി വരും. അത് കുറെ വേറെയും അടുത്ത ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടേ ഈ ടൈം ടേബിളിൽ നമുക്കൊരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് മാറ്റമുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടൈം ടേബിൾ തരാത്തത്. തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിനേക്കാൾ നല്ലത് എന്താ തരുന്നതിന് മുമ്പ് അതൊന്ന് ശരിയാക്കിയിട്ട് തരുന്നതല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ ഒരു കുറച്ച് ഒന്ന് ലേറ്റ് ആകും. ദാറ്റ് മീൻസ് ഈ വീക്ക് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും എങ്ങനെയായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, യെസ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. കാര്യങ്ങളൊക്കെ എല്ലാവരും എന്തൊക്കെയാണ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ, ഒരു ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 3 ആയിട്ടാണ് ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അത്രയും മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് തരികയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ച് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്തു. ഇപ്പോഴും എന്റെ പേരറിയില്ലാത്ത ആൾക്കാരുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിൽ കയറുന്നതാണോ? നിഷ, എന്റെ പേര് നിഷ എന്നാണ്. ആ, ഓക്കെ. അപ്പോ എന്താ പറയാ, നമ്മളുടെ നോട്ട്ബുക്കൊക്കെ നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന് വേണ്ടി എടുത്തു വെക്കുക. ഇപ്പൊ കുറച്ച് 2 ദിവസം കൂടി നിങ്ങളൊന്ന് എന്താ പറയാ സഹിക്കുക. നമ്മളുടെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നോട്ട് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ, ഷെയർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അറിയാലോ ആരാണ് എടുക്കാൻ പറഞ്ഞത്. ഇപ്പൊ ടീച്ചേഴ്സിന്റെ പേരുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. എത്ര ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് പഠിപ്പിക്കണേന്നും അത് ഓരോരുത്തരെയും അറിയാം. നിങ്ങളുടെ അവരുടെ ആ ടോപ്പിക് കാണുമ്പോൾ അറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരുടെ ക്ലാസ് ആയിരിക്കും എന്നത്. 2 ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, ടൈം ടേബിൾ കിട്ടിക്കുമ്പോ എവറിത്തിങ് വിൽ ബി ഓക്കെ. സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? ഇല്ലേ?
കാണുന്നുണ്ട് കാണുന്നുണ്ടെന്ന്. അപ്പൊ ഇവിടുത്തെ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് ലീവ് ചെയ്തിട്ട് വേഗം ജോയിൻ ചെയ്യാം, റീജോയിൻ ചെയ്യാം. കാണാമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മള് ഹോസ്പിറ്റൽ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒരാൾക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം കൊണ്ടാകാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. പെട്ടെന്ന്. ഓക്കെ, ഇനിയും മ്യൂട്ട് ചെയ്യാത്ത 1-2 പേരോടെ കാണുന്നുണ്ട്. ഒന്ന് വേഗം മ്യൂട്ട് ചെയ്യ് പ്ലീസ്. ഇനി അൺമ്യൂട്ട് ചെയ്യല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്തോ, ഞാൻ നോക്കണ്ട്. എന്തെങ്കിലും ഒരു ഷോർട്ട് ആയിട്ടൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേണ്ട. ആവശ്യമില്ലാത്തത് നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ കാര്യം പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒരു ഹാൻഡ് റൈസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ചോദിച്ചോളാം. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കുള്ള ഡൗട്ട് എന്താണെന്ന് അവിടെ നിന്ന് ടൈപ്പ് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടി ഇത്തിരി സമയം എടുക്കുമല്ലോ, അങ്ങനെ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതുവരെയും നിങ്ങളൊന്ന് പേഷ്യന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ, ചാപ്റ്ററിന്റെ പേര് ഇവിടെ ഉണ്ടല്ലോ, കാണാനല്ലേ. 5th ചാപ്റ്റർ ആണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. അത് ഞാൻ പറഞ്ഞു. എന്താണ് ടൈം ടേബിൾ കിട്ടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു. ചാപ്റ്റർ 5 ആണ്. 5 ചാപ്റ്ററിന്റെ നമ്പർ ഒന്നും ഇല്ല ഇവിടെ പ്രാധാന്യം. 35 ചാപ്റ്റർ. വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. 35 ചാപ്റ്റേഴ്സ് ആണ് ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. അപ്പൊ ഇപ്പൊ ഓരോ ടീച്ചേഴ്സും എത്ര ചാപ്റ്റർ വീതം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. ചില ടീച്ചേഴ്സിന് ഒരു പേജൊക്കെ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഒറ്റ പേജേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിനകത്ത്. അടുത്ത ഹിസ്റ്ററി, അതിനകത്തും അതെ 1-2 പേജ് ആക്കേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ അവർ വേഗം എടുത്ത് തീർക്കും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്ക് 2 ചാപ്റ്റർ ഒക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. ആ ചാപ്റ്ററിന്റെ നെയിം വൈസ് നിങ്ങൾ നമ്പർ ഇടുക. ചാപ്റ്ററിന്റെ പേര് എന്തായാലും ടീച്ചർമാർ ക്ലാസ്സിൽ പറയും. ആ ചാപ്റ്റർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഒരു ഇച്ചിരി ഭാഗം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ അതാണ്. അപ്പൊ ഓക്കെ, ഇനി ഞാൻ പറയില്ല. ലിസൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയാ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. വി നോ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ ദിസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് it is also again divided into OPD and IPD. അല്ലെ, അത് നമ്മൾ പറഞ്ഞത് OPD IPD ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. Then second classification is supportive department. രണ്ടാമത്തേതാണ് സപ്പോർട്ട് ചെയ്യാൻ. ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ അഫയേഴ്സ്, ഓപ്പറേഷൻസ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ OPD IPD മാത്രം പോരാ. ഇത് ഡോക്ടർ രോഗിയെ നോക്കുന്നു, അവർക്ക് എന്താ പറയാ, നോക്കിയത് കൊണ്ട് മാത്രം എന്താ പറയാ നമുക്ക് ആ ഒരു ഇൽനെസ്, ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അല്ലെ, രോഗത്തെ ഭേദമാക്കാൻ പറ്റില്ല. സോ ഈ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ, OPD-നെയും IPD-നെയും ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ there should be some other departments. അതിനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കളക്റ്റീവ്ലി അതിനെല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ്. Supportive department is again classified into therapeutic, general, diagnostic and informative. അങ്ങനെ 4 ആയിട്ട് വീണ്ടും സപ്പോർട്ടീവിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ തെറാപ്യൂട്ടിക്, ചികിത്സാപരവുമായി ബന്ധപ്പെട്ടത്, ഹീലിംഗ് ദ ഡിസീസ് ഇതുമായി ബന്ധപ്പെട്ടത്, ഫാർമസി, then ഫിസിയോതെറാപ്പി, ഡയബറ്റിക്സ്. നമുക്ക് ഒരു രോഗം ഭേദമാക്കണമെങ്കിൽ മരുന്ന് കഴിക്കണം. ചില രോഗങ്ങൾക്ക് നമുക്ക് തെറാപ്പി ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട്. ചില രോഗങ്ങൾക്ക് നമുക്ക് എന്താ പറയാ, യു ഹാവ് ടു ഫോളോ ദ ഡയറ്റീഷ്യൻസ് സജഷൻസ് ഓർ റെഫറൻസ്. അവര് ഡയറ്റീഷ്യൻസ് പറയുന്നത് പോലെയുള്ള അവര് നമ്മളോട് കുറച്ച് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ പറയും, അതുണ്ട്. അപ്പൊ ഇത് 3 തെറാപ്യൂട്ടിക്കിൽ വരാം. ആൻഡ് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് എന്റെ ഒരു വിശ്വാസം. ആണോ? അവിടെ വരെയാണോ എടുത്തേ? Yes. So now let's move to the next department. അപ്പൊ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ അടുത്ത ഭാഗത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതേതാണ്? ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. സി, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം വരും. എന്താ ചോദിച്ചത്? എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് നെക്സ്റ്റ്. അപ്പൊ ഈ ഹോസ്പിറ്റൽസിലെ രോഗി വരുന്നു, രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഒരുപാട് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു രോഗിയല്ല, ഒരുപാട് രോഗികൾ, ഒരുപാട് പേഷ്യൻസ് എന്താ പറയാ ഡേ ടു ഡേ
വന്നു പോകുന്നവരുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഷുഡ് ബി അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഈ നോക്കിയേ, നമ്മള് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവില് നമ്മൾ പറയാണ് diagnostic department എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. So what is the purpose of diagnostic department? If a patient comes to the hospital for any treatment, sometimes the physicians or the doctors have to identify what is the cause, what is the reason, എന്താണ് രോഗം, രോഗത്തിന്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് എന്താ പറയാ മിയർ ചെക്കിങ്ങിലൂടെ, ഇപ്പൊ എന്താ പറയാ വെറുതെ ഒന്ന് പൾസ് നോക്കിയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കിയോ ഒക്കെ മാത്രം they cannot understand what is the disease, എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. In such case there are laboratories and radiology departments to support it. ഇതിനൊക്കെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ലാബ്, അതായത് ഹോസ്പിറ്റൽസിലെ ലാബ് ഉണ്ട്, ഇൻ വിച്ച് ദ ലാബ് ക്ലിനിക്കൽ ലാബ് ടെസ്റ്റ് ആണ് അല്ലെ, ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ലബോറട്ടറീസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ യൂറിൻ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് പരിശോധിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ചില അസുഖങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ലബോറട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ബ്ലഡ് ആകാം, യൂറിൻ ആകാം, ദെൻ ബോഡി ഫ്ലൂയിഡ്സ്, സംതിങ് മേ ബി, എന്ത് തന്നെയാകാം. ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്ത് ദേ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിസീസ്, എന്ത് രോഗമാണെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു പർപ്പസ് ചെയ്തേ മതിയാകൂ. ആൻഡ് ദർ ഈസ് ഓൾസോ റേഡിയോളജി. ഇതിനകത്ത് എന്താ, പുറത്തുനിന്ന് സോറി നമ്മുടെ ബോഡിയിലെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുന്നില്ല. സംതിങ് ഈസ് നോട്ട് ടേക്കൺ ഔട്ട് ഫോർ ദ ടെസ്റ്റ്. ടെസ്റ്റിന് വേണ്ടി എടുക്കുകയല്ല, എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് സം ടൈപ്സ് ഓഫ് റേസ്, ഐസോടോപ്സ് പോലെയുള്ള, റേഡിയോ ഐസോടോപ്സ് പോലെയുള്ള റേസ് വിൽ ബി സെൻഡ് ത്രൂ. അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തി വിട്ടിട്ട് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ കോസ് ഓർ വാട്ട് ഈസ് ദ ഡിസീസ്, എന്താണ് രോഗം, രോഗത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ അങ്ങോട്ടേക്ക് എന്താ പറയാ ഇതുപോലെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലെ. അതാണ് റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. റേഡിയോ ഐസോടോപ്സ് പോലെയുള്ള റേസ് വിൽ ബി സെൻഡ് ടു അവർ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടും. എന്നിട്ട് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിസീസ്, എന്ത് രോഗമാണ് എന്ന് കണ്ടെത്താനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, രോഗത്തെ നിർണ്ണയിക്കുക, രോഗനിർണ്ണയം നടത്താൻ, ഡയഗ്നോസിസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ വന്നേക്കുന്നത്. ഡയഗ്നോസിങ് ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുക ഈ രണ്ട് സ്ഥലത്തും, ലബോറട്ടറി ആൻഡ് ഓൾസോ റേഡിയോളജി. ഈ രണ്ട് വിഭാഗത്തിലും എന്താ നടക്കുന്നത്, they are diagnosing the disease, ഏത് രോഗമാണെന്ന് കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ നമ്മൾ മേയർ ഈ മുഖത്ത് നോക്കിയിട്ടോ കണ്ണു തുറന്നു നോക്കിയിട്ടോ വാ തുറന്നു നോക്കിയിട്ടോ they cannot understand what is the disease, എന്ത് രോഗമാണെന്ന് ചിലപ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ നമ്മളുടെ രോഗി ചെല്ലുമ്പോൾ we will give some informations about us, നമ്മളെ കുറിച്ച് രോഗത്തെ വിവരണങ്ങളൊക്കെ നമ്മൾ ഡോക്ടർക്ക് കൊടുക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രം ആ ഒരു രോഗം എന്താണെന്ന് പുറത്തെടുക്കാനായിട്ട് ചിലപ്പോൾ they cannot do it, അവർക്ക് പറ്റില്ല. അത്തരം സാഹചര്യങ്ങളില് ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വന്ന് എന്താ പറയാ നമ്മള് അതേ ട്രീറ്റ്മെന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ കാര്യം കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഡോക്ടറുടെ അടുത്ത് പോകേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ they will suggest for any ടെസ്റ്റ്. ഇത് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ആകാം, റേഡിയോളജി ആകാം, വിച്ച് ഡിപെൻഡ്സ് അപ്പോൺ ദ ഡിസീസ്. നമ്മളുടെ രോഗത്തിന്റെ ഇതുമായി ആശ്രയിച്ച് അവർ ഏതെങ്കിലും ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പറയും. അതാണ് ലബോറട്ടറി. ലബോറട്ടറി ലാബാണ്, അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ടെസ്റ്റിംഗ് ആണ്, ക്ലിനിക്കൽ ടെസ്റ്റുകളാണ് നടത്തുക. അപ്പൊ ലാബ് ടെസ്റ്റുകൾ നടത്തിയിട്ടായിരിക്കും അവര് ഡിസീസ് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ റേഡിയോളജി ഈസ് ഓൾസോ അനദർ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ദ ഡിസീസ്, രോഗം കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, എക്സ്റേ പോലെയുള്ളതൊക്കെ തന്നെ, എക്സ്റേ ഉണ്ട്, സിറ്റി സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ. അത് റേഡിയോളജിനെ കുറിച്ച് നമ്മൾ വലിയ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട്. ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജസ്റ്റ് വി ആർ ഓൺലി ഇൻട്രൊഡ്യൂസിങ് യു ടു ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വിവിധ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച്. അപ്പൊ ജസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ ദ ടെസ്റ്റ് ആർ മെയ്ഡ് ഫോർ ഐഡന്റിഫൈങ് ദ ഡിസീസ്. രോഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലം, രണ്ട് സ്ഥലമുണ്ട്. അത് ലാബ് ഉണ്ട്, ലബോറട്ടറിയും ഉണ്ട്, അതായത് റേഡിയോളജിയും ഉണ്ട്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കും. മേ ബി യൂറിൻ ആകാം, ബ്ലഡ് ആകാം, എനി ബോഡി ഫ്ലൂയിഡ് അല്ലെ സ്റ്റൂൾ, നമ്മുടെ മോഷൻ ഒക്കെ എടുത്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ രോഗത്തെ അനുസരിച്ചുള്ളത്. അപ്പൊ ഇതെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾ നടത്തുക. അങ്ങനെയുമാകാം. അത് അതേസമയം റേഡിയോളജി എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുക്കില്ല. സം റേസ് വിൽ ബി സെൻഡ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി റേസ് അകത്തേക്ക് കടത്തി വിട്ടിട്ട് അവർക്ക് എന്താ പറയാ ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ് റേഡിയോളജി.
And again, supportive department is classified as informative department. ഇതിനകത്ത് informative department ഈ supportive department തന്നെ വരാം. What is informative? To provide information. Information provide ചെയ്യുക എന്നുള്ളതാണ് informative departmentന്റെ ചുമതല, responsibility. What information? എന്ത് information ആയിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഒരു ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ എന്താ പറയാ കാര്യങ്ങളുണ്ടോ? There may be so many machines, equipments, മെഡിക്കൽ റിസോഴ്സസ്, മെഡിസിൻസ് ആകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടല്ലോ. ഇതെല്ലാം തന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് സംഭവം ഇതെല്ലാം നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. സോ ദാറ്റ് they can understand or they can verify or they can assess. എന്തെങ്കിലും അസസ്മെന്റുകൾ നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻസ് നടത്തണം പിന്നീട് ഇൻ ഫ്യൂച്ചറിൽ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് ഇറ്റ് വിൽ ഹെൽപ്പ് ദം. അവരെ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് അവരെ സഹായിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇൻഫോർമേറ്റീവ് മീൻസ് to provide informations of medical resources and also IT. IT means the informations which is collected from the patients. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പണ്ട് ട്രഡീഷണൽ ആയിട്ട് അതായത് പരമ്പരാഗതമായിട്ട് പണ്ടൊക്കെ എന്ത് കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ അല്ല തടിച്ച ബുക്ക് വെച്ചിട്ടാണ് തടിച്ച ബുക്കുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പണ്ട് എന്ത് കാര്യവും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. നൗ ഇന്ന് ഭയങ്കര ഈസിയസ്റ്റ് മെത്തേഡാണ്. അതൊക്കെ ഒത്തിരി തടിച്ച ബുക്കുകളൊക്കെ നമ്മളിപ്പോ ഹോസ്പിറ്റൽസിൽ നിങ്ങളൊന്ന് ചെല്ലുമ്പോഴേ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ അധികം റാക്സുകളൊന്നും അധികം കാണില്ല. ഇന്ന് എല്ലാം വെൽ ഫർണിഷ്ഡ് ആണ്. ഒരു കമ്പ്യൂട്ടർ മതി, കാരണം എവറിത്തിങ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ കുഞ്ഞു ഫയലുകളായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളുടെയൊക്കെ ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു OP ടിക്കറ്റ് നമ്പർ ഉണ്ട്. ആ OP ടിക്കറ്റ് നമ്പറിൽ അവർ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും വിൽ ബി സേവ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫയൽ. ആ ഫയലിൽ അവർ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. ഇഫ് എനി ടൈം നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ വീണ്ടും എന്തെങ്കിലും കാര്യത്തിന് പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോഴും ദേ ക്യാൻ റിട്രീവ് ദാറ്റ് ഡാറ്റ. നമ്മുടെ ആ ഡാറ്റ നമ്മൾ ചെയ്ത് ആ ഡാറ്റ അവർക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. എങ്ങനെ നമ്മളെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ OP നമ്പർ വെച്ചിട്ടായിരിക്കും അവിടെ ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന അവരുടെ പേര്, അവരുടെ വയസ്സ്, അവരുടെ എന്താ പറയാ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, അങ്ങനെയുള്ള ജെൻഡർ ആൻഡ് വിച്ച് ഡോക്ടർ ദേ ആർ കൺസൾട്ടിങ്, ഏത് ഡോക്ടറിനെ കാണുന്നു, ഇതിനു മുമ്പ് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതിനു മുമ്പ് എന്ത് രോഗത്തിനാണ് അവർ വന്നു പോയി, ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇറ്റ് ഈസ് ഈസി. എപ്പോ വേണമെങ്കിലും ആ മൊബൈൽ നമ്പർ ഉൾപ്പെടെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം ഉണ്ട്. സോ എന്താണ് ഒരു പേഷ്യന്റിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ദേ ക്യാൻ കളക്ട് അറ്റ് എനി ടൈം. എപ്പോഴാണ് ഇതിനൊക്കെ ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എപ്പോഴും സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്ന രോഗിയാണ്, കുറെ കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു എന്താ പറയാ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗവുമായിട്ട് ആള് വന്ന് കുറച്ച് നാളായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. സോ ദേ ഹാവ് ടു ചെക്ക് ദ മെഡിക്കൽ ഹിസ്റ്ററി. പ്രീവിയസിലുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് ചില കണ്ടെത്തലുകൾ നടത്തേണ്ടി വരും. സോ ദേ ഹാവ് ടു ചെക്ക് ദീസ് ഇൻഫോർമേഷൻസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇവർ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഡാറ്റാസ് മസ്റ്റ് ബി ദർ, അവിടെ ഉണ്ടാവണം. സോ ദാറ്റ് അതെങ്ങനെ ഉണ്ടാകും, വെറുതെ പൊളിന്നൊന്നും വരില്ലല്ലോ. ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത്, അതാണ് ഇൻഫോർമേറ്റീവ് ആയിട്ട് മാറുക. പിന്നീട് നമുക്ക് ആവശ്യപ്പെടുത്ത് ആ ഇൻഫോർമേഷൻസ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. സോ ദ ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ, or the hospital departments, that is informative department is responsible for keeping the informations about the medical resources and also the patients. പേഷ്യൻസിനെ സംബന്ധിക്കുന്നതായിക്കോട്ടെ, മെഡിക്കൽ റിസോഴ്സസ്, അതായത് അവിടെയുള്ള എക്യുപ്മെന്റുകൾ, മെഷീനറീസ്, മെഡിസിൻസ് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം, ഇൻക്ലൂഡിങ് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസും. പേഷ്യന്റിനെ സംബന്ധിക്കുന്ന പറയുമ്പോൾ ഓരോ വരുന്ന പേഷ്യൻസ് അവരുടെ OP നമ്പർ, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ പേര്, വയസ്സ്, കുറച്ചൊക്കെ എല്ലാം അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതാണ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് informative department. In one sentence പറയാണെങ്കിൽ the department which collects information about the medical resources and about the patients, അതാണ് informative department. So that informations may be related to medical resources and also related to patients. Patientsനെ സംബന്ധിക്കുന്നതും ഉണ്ടാകും, അവിടുത്തെ മെഡിക്കൽ റിസോഴ്സിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു കുഞ്ഞു കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഇച്ചിരി വലുതാക്കി പൊലിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Okay, clear. Yes, the next one, third classification of hospital department is
അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് മീൻസ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. ഒന്ന് മാനേജ് ചെയ്യുക അല്ലെ, ഒരു എന്താ പറയാ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു നമ്മളുടെ കണ്ണുകൾ എത്തുക, മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ സി ഇവിടെ ഇതൊരു എന്താ പറയാ സ്റ്റഡി സെന്റർ ആണ്, ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഇത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഒത്തിരി കോഴ്സസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദർ ആർ മെനി സ്റ്റാഫ് വർക്കിംഗ് ഹിയർ ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സ് മാത്രമല്ല, ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, ഒത്തിരി സ്റ്റാഫുകളുണ്ട്. സി വെൻ ദേ ആർ ഗിവിംഗ് ഓർ അപ്പോയിന്റിംഗ് ആസ് എ ടീച്ചർ ഓർ എനി ടെക്നീഷ്യൻ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ അപ്പോയിന്റ്മെന്റ് തരുമ്പോ ദേ ഹാവ് ടു ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ദേ ഹാവ് ടു സൂപ്പർവൈസ് ഓർ മാനേജ് വാട്ട് എവർ തിങ്സ് വി ആർ ഡൂയിങ്, ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യണേ എന്നുള്ളത് ഒരു വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഒരു അസസ്മെന്റ്, ഒരു മേൽനോട്ടൊക്കെ അവർ നോക്കണം, ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ജോലി, ദേ വിൽ ഡു ഇറ്റ്, അവരെ ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തെ പിന്നെ തിരിഞ്ഞു നോക്കാതെ എന്താ പറയാ അവരെ അങ്ങനെ എന്താ പറയാ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ഉഴപ്പാം, ആർക്കും ഉഴപ്പാം അല്ലെ അവരവരുടെ ജോലിയിൽ. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും അവര് ഉഴപ്പ് കാണിക്കാം. അപ്പൊ അത് എന്ന് പറയുന്നത് വിറ്റ് വിൽ ലീഡ് ടു എ ഗ്രേറ്റ് നെഗറ്റീവ് റിമാർക്ക് ഓൺ ദ ഓർഗനൈസേഷൻ. അതങ്ങനെ പോയി എന്താ പറയാ എല്ലാവരും ഇങ്ങനെ ഉഴപ്പ് കാണിച്ചു, മാനേജ്മെന്റ് അതിന്റെ രീതിയിൽ ഉഴപ്പ് കാണിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, അത് നമ്മുടെ ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് വരാൻ പാടില്ലല്ലോ. ഈച്ച് ആൻഡ് എവറി സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് അവിടുത്തെ ആളുകളുടെയും കൂടിയും ഒരു എന്താ പറയാ അവരുടെ ഒരു കോർഡിനേഷൻ, അവരുടെ ഒരു മാനേജ്മെന്റ്, അവരുടെ ഒരു എന്താ പറയാ സാക്രിഫൈസ്, അവർ ചെയ്യുന്ന സേവനത്തോടുള്ള അവരുടെ ഒരു ഇതൊക്കെയാണ് എല്ലാം കൂടിയും ചേരുമ്പോഴാണ് ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് സക്സസ്. അവരുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുള്ളൂ, വിജയിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ പറയാ ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യം അത് ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ്. അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മേ ബി ഒരു എന്താ പറയാ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, ഒരാളല്ല കുറച്ച് പേര് ചേരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. സോ ദേ ഹാവ് ടു സീ വെദർ ദ ഹോസ്പിറ്റൽ ഈസ് വർക്കിംഗ് പ്രോപ്പർലി, വെദർ ദ സർവീസസ് പ്രൊവൈഡ് ടു ദ പേഷ്യൻസ് ആർ ഗുഡ്, അതായത് മറ്റ് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ അതിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണോ, പേഷ്യൻസ് വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, അവർക്ക് വന്നു പോകുന്ന പേഷ്യൻസ് കിട്ടുന്ന സേവനങ്ങളിൽ സംതൃപ്തരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഇവരെ അന്വേഷിക്കണം. ഇവര് പോയിട്ട് സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ട് രോഗിയെ പരിശോധിക്കൊന്നും വേണ്ട, അവർ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടാൽ മാത്രം മതി എവിടെയെങ്കിലും പോരായ്മകളുണ്ടോ. സോ ദേ ക്യാൻ കളക്ട് ദ ഫീഡ്ബാക്ക് ഇവരിൽ നിന്ന്, ഈ പേഷ്യൻസ് വന്നു പോകുന്നതിൽ നിന്ന്. ഹോസ്പിറ്റൽസ് പോലും അറിയാതെ ദേ ക്യാൻ കളക്ട് സം ഫീഡ്ബാക്സ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ എന്താ പറയാ സർവീസ്, നല്ലതാണോ ഹോസ്പിറ്റലിൽ വന്നു പോയിട്ട്. ഇന്നിപ്പോ ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പദ്ധതികളൊക്കെ രൂപീകരിച്ചു വെക്കുന്നുണ്ട്. ഈവൻ വെൻ വി റീച്ച് ഹോസ്പിറ്റൽ, ചില ഹോസ്പിറ്റലിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാലേ ബിഫോർ എക്സിറ്റിംഗ്, നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണാം സം ടൈപ്സ് ഓഫ് ബുക്സ് വിൽ ബി കെപ്റ്റ് വിത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാ. ഇന്ന് പല ഓർഗനൈസേഷൻസും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തിനാ, നമ്മൾ എന്ത് നമുക്ക് ഫീൽ ചെയ്തു അവിടെ വന്നു പോയിട്ട്, ഓക്കെ നമ്മളുടെ അവരുടെ സർവീസ് നമുക്ക് ഇഷ്ടപ്പെട്ടോ, ഗുഡ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ, നോട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിമാർക്ക് ചെയ്ത് വെക്കാം. അത് ആ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇഫ് ദേ ക്യാൻ ഇംപ്രൂവ് സംതിങ്, അവർക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു റിമാർക്ക് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ നടത്താൻ, അതായത് ഓരോരുത്തരും അല്ല മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ, അവിടെ അവർ വന്നു പോയവർക്ക് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ യുവർ സർവീസ്, നിങ്ങൾ കൊടുത്ത സമയത്തിൽ അവർ സംതൃപ്തരല്ല. അപ്പൊ വാട്ട് ഈസ് ദ എന്താ പറയാ നെഗറ്റീവ്സ്, അതിനകത്തുണ്ടായ എന്തെങ്കിലും പോരായ്മ എന്താണ് ലിമിറ്റേഷൻ, എന്തുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഓവറോൾ ഒരു എന്താ പറയാ പഠനമൊക്കെ നടത്തി ദേ ക്യാൻ ഇംപ്രൂവ്, അവർക്ക് അത് ഒത്തിരി ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ വെരി ഇമ്പോർട്ടന്റ് തിങ്. എല്ലാം ഒന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് ഓരോ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഓർഗനൈസേഷനും ബിസിനസ് സംരംഭങ്ങളൊക്കെ ഇത് ചെയ്യണം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Then the next one in administrative department is finance. In the finance, there may be incoming and outgoing of finance. അല്ലെ, കാശ് വരികയും ചെയ്യും പോവുകയും ചെയ്യും. How? What is the income of cash in a hospital? ഒരു ഹോസ്പിറ്റലിന്റെ ക്യാഷ് ഇൻകം എന്തായിരിക്കും? രൂപ പറയാമോ എന്താണ് ഒരു ഹോസ്പിറ്റലിലെ ഇൻകം എന്ന് പറയുന്നത്? എന്തായിരിക്കും? അത് ലബോറട്ടറി വരുന്ന പേഷ്യന്റ് അടിക്കുന്ന പൈസയും പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കാശ്, അത് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഇൻകം എന്ന് പറയുന്നത്. അല്ലെ, the amount which is received from the patient, the amount which റംല ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? റംല നസീർ
ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കാൻ ഇപ്പോഴാണ് കേറിയേട്ടാ. ആ ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്. ഓക്കെ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരായിരുന്നോ? യെസ്. അപ്പൊ എന്താണ് ഫിനാൻസ് എന്ന് പറയുന്നതില് നമുക്ക് ഇൻകം ഓഫ് ദ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന പൈസ, പിന്നെ കൺസൾട്ടേഷൻ ഫീസ് ആയിട്ടോ മെഡിസിൻ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫാർമസിയിൽ കൊടുക്കുന്ന എമൗണ്ട്, ടെസ്റ്റുകൾ നടത്തുന്ന എമൗണ്ട്, അല്ലെ, ചെറുതും വലുതുമായ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഹോസ്പിറ്റൽസ്, ഇതൊക്കെ ഇൻകം ഓഫ് എ ഹോസ്പിറ്റലാണ്. ആൻഡ് ദേ മേ ബി ഔട്ട് ഗോയിങ്, അവിടുന്ന് പൈസ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും. എങ്ങനെ? ബൈ പർച്ചേസിംഗ് ദ മെഡിസിൻസ്. ഹോസ്പിറ്റലിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായ മരുന്നുകൾ വാങ്ങിക്കണമല്ലോ, പർച്ചേസ് ചെയ്യണ്ടേ, അതിന് കാശ് കൊടുക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന കാശ്. പിന്നെന്താ, ഈ ടെസ്റ്റുകളൊക്കെ മറ്റും നടത്തണമെങ്കിൽ മെഷീനറീസ്, അവിടെയുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ് അല്ലെ, അതൊക്കെ വാങ്ങിക്കണം, അതിനു വേണ്ടി കൊടുക്കുന്നത്. റിപ്പയർമെന്റുകളോ മെയിൻ്റെനൻസോ വർക്കോ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിൽ അതിന് പേയ്മെന്റ് കൊടുക്കണം. സോ ദർ മേ ബി സം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് വിച്ച് ഇസ് ഡൺ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഇതുപോലെ കാശിന്റെ വരവും പോക്കും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാം അത് തന്നെയാണ്. കാശ് വരിക പോകുക, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പൊ സാലറീസ് കൊടുക്കുന്നത് എല്ലാം ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം വിൽ ബി അണ്ടർ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സംഭവം, മാൻ പവർ എന്നും പറയാം. അതായത് ഇൻ എനി ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഓർ മാൻ പവർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ്. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏതൊരു ബിസിനസ് സംരംഭത്തിന്റെയും ഏത് മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്. നിങ്ങളിപ്പോ ഇവിടെ പഠിക്കാനായിട്ട് ഒരു 169 സ്റ്റുഡൻസ് ഹാവ് ജോയിൻഡ് ഇൻ ദ ക്ലാസ് നൗ. And if only your note is displayed in the screen, you cannot understand what is written. എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ വായി കളിക്കണ്ടല്ലോ, അല്ലെ? നമ്മള് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ മീറ്റ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സ്ക്രീനിൽ ഒരു ചാപ്റ്റർ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റലിൽ ഒരു ചാപ്റ്റർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിക്കുകയല്ല. There should be a man or a woman or a lady, ആരെങ്കിലും ആവട്ടെ, ഒരു ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്. അതൊക്കെ ഹ്യൂമൻ ആണ്, മനുഷ്യനാണ്. അപ്പൊ മാൻ പവർ ഇല്ലാതെ നമ്മൾ എല്ലാം എന്തെങ്കിലും ഇതുപോലെയുള്ള മെഷീൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ അറ്റ് പ്രസന്റ് ആണ്. കുറെ അങ്ങോട്ട് പോകെ ഓൾ ദ വർക്ക്സ് വിൽ ബി ഡൺ ബൈ റോബോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പൊ റോബോട്ടുകൾ ഇനി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. നമ്മളൊന്നും വേണ്ടി വരില്ല, മനുഷ്യരും അധികം ജോലിയൊന്നും ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ അത് ഇപ്പൊ ഇല്ല. പക്ഷെ ഇന്നിപ്പോ അത് കോമൺ ആയിട്ടില്ല. എന്നാലും മെനി ഏരിയാസിലും റോബോട്ട്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം റോബോട്ടുകൾ കൊണ്ട് ഒത്തിരി ജോലികൾ നമുക്ക് ചെയ്യിപ്പിക്കാം. ദേ വിൽ നോട്ട് ഗെറ്റ് എനി എന്താ പറയാ ടയേർഡ്നെസ്. അവർക്ക് എന്താ പറയാ ടയേർഡ് ആകുന്നില്ല. മനുഷ്യമാനവ പല ഫീലിങ്സ് ഇല്ല. നമുക്ക് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് റോബോട്ട്സ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് പല ജോലി സ്ഥാപനങ്ങളിലും. അവർക്ക് പേടിയില്ല, അവർക്ക് ഫീലിങ്സ് ഇല്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നമ്മളിങ്ങനെ പകച്ചൊക്കെ നിൽക്കും. പക്ഷെ റോബോട്ട്സിനെ കയറ്റിവിടും. അതുകൊണ്ടാണ് സ്പേസിലേക്കൊക്കെ റോബോട്ടുകളാണ് അയക്കുന്നത് ആദ്യം, അല്ലെ? അപ്പൊ അവർക്ക് ആ ഒരു ഫിയറിങ് ഒരു ഫീലിംഗ് വരുന്നില്ല. അതുകൊണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ എന്താ പറയുക ഇതാണ്. പക്ഷെ അതിപ്പോ നമുക്ക് ചെയ്യാവുന്ന മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്. മ്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോ ഈ ഹ്യൂമൻ റിസോഴ്സസ് ഷുഡ് ബി ദർ. എല്ലാ ഓർഗനൈസേഷനിലും ദർ ഈസ് എ വൈഡ് റേഞ്ച് ഓഫ് മാൻ പവർ. മാൻ പവർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഹ്യൂമൻ ബീങ്സ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ മാനേജ് ചെയ്യണ്ടേ? ഹ്യൂമനെ മാനേജ് ചെയ്യാൻ ഒത്തിരി പാടാണ്. നമുക്കിപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺസ് അതെന്താ പറയാ ഒരു ഡിവൈസ് ആണ്, അല്ലെ? ഒരു ഡിവൈസ് ആണ്. അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് കോൾ ചെയ്യണോ, നമ്മളാണത് ഓപ്പൺ ചെയ്ത് കോൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് തന്നെ പറയില്ല, എന്നെ കൊണ്ടെടുത്ത് കോൾ ചെയ്യൂ എന്ന് പറയില്ല. നമ്മളാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അതേപോലെ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് മാനേജ് ചെയ്യേണ്ടി വരും എവിടെ? നമ്മുടെ ഓർഗനൈസേഷൻസിൽ. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ഹ്യൂമൻ
മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ മെഷീൻസ് പോലെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റൂമിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഒരു മെഷീൻ പോലെയോ എന്തെങ്കിലും ഒരു യന്ത്രം പോലെയോ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മനുഷ്യൻ. കാരണം എന്താ, മെഷീൻസിന് ദേ ഹാവ് നോ ഫീലിങ്സ്, അല്ലെങ്കിൽ പല ഡിവൈസസിനും അവർക്ക് ഫീലിങ്സ് ഇല്ല. മനുഷ്യന്മാർക്ക് ഫീലിങ്സ് ആണ്. നമ്മൾ രാവിലെ ഒരു ഫീലിങ്സിലാണെങ്കിൽ ഉച്ച കഴിയുമ്പോൾ നമ്മുടെ ചിലപ്പോ മൂഡ് മാറാം. അപ്പം ഫീലിങ്സ് അനുസരിച്ച് നമ്മളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്ന സമയം ഉണ്ടാകും, ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന സമയം ഉണ്ടാകും, ഒത്തിരി റിലാക്സ് ചെയ്തിരിക്കേണ്ട സമയം ഉണ്ടാകും. അപ്പൊ ആസ് ദ കേസ് മേ ബി ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ റംസിയ? ഇപ്പോഴും മ്യൂട്ട് ആയിട്ടില്ല, ഞാൻ തന്നെ മ്യൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ റംസിക്ക് ഓക്കെ, അവസാനം ഞാൻ അത് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ എന്താ പറയാ, ഈ പറയുന്ന പോലെ മാനേജ് ചെയ്യാനായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ എന്നാലും പക്ഷെ എന്താണ്, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടി വരും. ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയാ ഒരു കോഴ്സ് തന്നെ പഠിക്കുന്നുണ്ട് ഇന്ന്. ഇതുപോലെ നിങ്ങളുടെ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാത്രമായിട്ട് പഠിക്കുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്, 6 months കോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് എല്ലാ ഓർഗനൈസേഷനിലെയും ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അവർക്ക് എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരെ വളരെ മിതമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. കാരണം മനുഷ്യരാണ്, എങ്ങനെ എപ്പോഴാ സ്വഭാവം മാറാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം ഹാൻഡിലിംഗ് ഒക്കെ നടക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിലാണ്. സോ ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ്, ദെൻ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ആ ഒരു ടേമിൽ നമ്മൾ we just have understood which are the departments in a hospital and how they are classified according to the services provided. അവർ കൊടുക്കുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടത്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് 3 ആണ്: മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ OPD, IPD വന്നിട്ടുണ്ട്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ജനറൽ തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ആൻഡ് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ടൊക്കെ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ആ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്ന് പരിചയപ്പെട്ടത് മാത്രമേ ഉള്ളൂ ആ ഒരു പേജിൽ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മള് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എഴുതി തന്നില്ലേ? ഇതിന്റെ മോർച്ചറി വരെ ഞാൻ എഴുതി തന്നു അല്ലേ? ബാക്കിയുള്ള ഓക്കെ. അടുത്തത് ഇന്നത്തെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ബാക്കി നോട്ട്സ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് മെയിൻലി ഇൻടു 3. പ്രധാനമായിട്ട് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് അവിടെ തുളച്ചു കയറി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇത്രയൊന്നും പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും കൂടുതൽ പ്രാവശ്യം പറഞ്ഞു കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ അവിടെ സ്ട്രക്ക് ചെയ്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് we know that medical department is divided into IPD and OPD. Now let's see what are the services provided by this IPD and OPD. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും OPD ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. അങ്ങനെയാണെങ്കിൽ there will be some services provided in these departments. ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയെന്ന് അറിയണ്ടേ നമുക്ക്? So let's first see what are the services provided in inpatient. Inpatient എന്ന് പറഞ്ഞാൽ എന്താ? The patients who are admitted in the hospital for treatment. ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് വിളിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ഇൻപേഷ്യന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഇൻപേഷ്യന്റ് സർവീസസ്. അപ്പൊ എന്തൊക്കെ ഇൻപേഷ്യന്റ് സർവീസസ് ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്? ഒരു മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങൾ അവൈലബിൾ ആവണം കേട്ടോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ ഇത്രയെങ്കിലും വേണം. ഇതിൽ കൂടുതലുള്ളതും ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇത്രയെങ്കിലും മിനിമം ഇത്തരം സർവീസ് എങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ എന്താണ് ഇൻപേഷ്യന്റ് സർവീസസ്. അതിൽ ഫസ്റ്റ് വൺ പേഷ്യന്റ് റൂംസ് ആണ്. പേഷ്യന്റിന് എന്ത് വേണം? റൂം. വെദർ ദേ ആർ ഗോയിങ് ടു അഡ്മിറ്റ് ദ പേഷ്യന്റ്, ദേ ഹാവ് ടു കൺഫേം ദാറ്റ് ദ റൂം ഈസ് അവൈലബിൾ ഓർ നോട്ട്.
ഒരു പേഷ്യന്റിനെ രോഗി വന്നു, ചികിത്സിച്ചു, നോക്കി കഴിഞ്ഞപ്പോ ഇത്തിരി എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ചില ഇഞ്ചക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാണ് അഡ്മിറ്റ് ചെയ്തോ. അപ്പൊ തന്നെ നോക്കുന്നതിന് മുമ്പ്, അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് they have to confirm that whether the room is available. അവരിപ്പോ റൂമിലാണ് അവർക്ക് വേണ്ടത്. അപ്പൊ റൂം ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, അഡ്മിഷൻ കൊടുക്കുക, അഡ്മിറ്റ് ചെയ്യുക. അതറിയാതെ റൂം അവൈലബിൾ അല്ല, എല്ലായിടത്തും തിക്കും തിരക്കുമാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ അല്ലേ, ഒത്തിരി രോഗങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പൊ റൂംസ് അവൈലബിൾ ആണോ അല്ലയോ എന്ന് പറയുക. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവരെ അറിയിക്കണം, പേഷ്യൻസിനെ അറിയിക്കണം. അതായത് അവിടെ റൂംസ് അവൈലബിൾ അല്ല, വെദർ ദേ ക്യാൻ അക്കോമഡേറ്റ് ഇൻ പേഷ്യന്റ് വാർഡിൽ പറ്റുമോ നിങ്ങൾക്ക്, അത് പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം. അത് പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇൻ പേഷ്യൻസിന്റെ റൂംസ് തന്നെ വേണം നിർബന്ധമാണെങ്കിൽ. റൂമില്ലെങ്കിൽ അത് അവരെ ഇൻഫോം ചെയ്യണം. അവർക്ക് അതിൽ എന്താ പറയാ, ഇപ്പൊ വാർഡിൽ അവർക്ക് പറ്റില്ലെങ്കിലോ അപ്പൊ അത് ഇൻഫോം ചെയ്യണം. റൂംസ് ഇല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, വാർഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ റൂംസ് അല്ലെങ്കിൽ വാർഡ്സ് പേഷ്യന്റിന് കൊടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം they can go for the admission of a patient. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പേഷ്യന്റിന്റെ റൂമും പേഷ്യന്റിന്റെ വാർഡും ഇത് ഒരു ഹോസ്പിറ്റൽസിന്റെ ഇൻ പേഷ്യന്റ് സർവീസസിലെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആണോ പറയണേ? പറയുമ്പോയില്ലല്ലോ ആരും? യെസ് മാം, ക്ലിയർ ആ. യെസ്. അപ്പൊ എന്താ പറയാ, അപ്പൊ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ പേഷ്യന്റ് സർവീസസിന് they should be provided either by patient rooms or by patient wards. Then the next thing, അടുത്തത് എന്താ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻ പേഷ്യന്റ് സർവീസസിൽ വേണ്ടത്? അടുത്തതൊന്നാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. വാട്ട് ഈസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ICU എന്നാണ്. ഇന്റൻസീവ് തീവ്ര പരിചരണ വിഭാഗം അല്ലെ, തീവ്ര പരിചരണ വിഭാഗം. The patients who need more care അല്ലെ, intensive care are transferred to ICU. അതായത് കൂടുതൽ കെയർ ആവശ്യമുണ്ട്, നല്ല തീവ്രമായ പരിചരണം ആവശ്യമുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സംടൈംസ് ദ പേഷ്യൻസ് കണ്ടീഷൻസ് മേ ഗോ ബാഡ് അല്ലെ. ചിലപ്പോഴൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികൾ എന്താണ്, ചിലപ്പോൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ ആയപ്പോൾ ചില മെഡിസിൻസിന്റെ കാര്യം കൊണ്ടോ ചില മറ്റേതെങ്കിലും പ്രോബ്ലംസ് കൊണ്ടോ അവരുടെ കണ്ടീഷൻ കുറച്ചുകൂടി മോശമാവാം. അപ്പൊ പെട്ടെന്ന് ഉന്തിത്തള്ളി എവിടെ കൊണ്ടുപോകും, സ്ട്രെച്ചറിലേക്ക് എടുത്തിട്ട് അവരെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ദേ ഹാവ് ടു ഗെറ്റ് മോർ കെയർ. അവിടെ കുറച്ചുകൂടി കൂടുതൽ കെയർ, കുറച്ച് എന്താ പറയാ ഒരു ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെ വരേണ്ടി വരിക. അതായത് എന്താ പറയാ, നമുക്ക് ഭയങ്കര അപകടനില അത് തരണം ചെയ്യുന്നത് വരെ, അത് ഓവർകം ചെയ്യുന്നത് വരെ ദേ ഷുഡ് ബി കെപ്റ്റ് ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എത്ര പേഷ്യൻസിന് നമ്മൾ ഇന്റൻസീവ് കെയർ, അത് കഴിഞ്ഞിട്ട് അവർ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ അവർ വീണ്ടും റൂംസിലേക്കോ അല്ലെങ്കിൽ വാർഡ്സിലേക്കോ എവിടെയാണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പെട്ടെന്ന് മാറ്റി അവിടെ കൂടുതൽ കെയർ കൊടുത്ത് കൂടുതൽ എന്തെങ്കിലും ചില അധികമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ട ഒരു സ്ഥലം, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. നമുക്കറിയാം, ഫെമിലിയർ ആണ്. ഓപ്പറേഷൻസ്, പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു സ്ഥലമാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഇൻ പേഷ്യൻസിന് കൊടുക്കേണ്ട സർവീസസിൽ മറ്റൊരു പ്രധാനപ്പെട്ട അതാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻസ്, പ്രൊസീജിയേഴ്സ്, സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്ന സ്ഥലം. ദെൻ നെക്സ്റ്റ് വൺ, ലേബർ റൂംസ്. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് അല്ലെ. അതായത് ഡെലിവറി ടൈമിലേക്ക് നമ്മൾക്ക് ഒരു പ്രൈവസി മറ്റ് ഓപ്പറേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രോസസ്സുകളിൽ നിന്നൊക്കെ മാറ്റി ഒരു എന്താ പറയാ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ആയിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകുക. കോമൺ ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ആൾക്കാർ ഇവിടെ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ലേബർ റൂംസ് അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ഇത് കൊണ്ടുപോയി വെച്ചേക്കണേ ഒരു ഹോസ്പിറ്റൽസിൽ. ഇനി ഇത് മാത്രമുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ എല്ലാം കൂടിയുള്ള ഹോസ്പിറ്റൽസിൽ ഇപ്പോ എന്താ പറയാ ഡെലിവറിക്ക് ആയിട്ട് വരുന്ന സ്ത്രീകളൊക്കെ എന്താ പറയാ അവർക്കൊക്കെ ചിലപ്പോ ഡെലിവറിയുടെ തൊട്ട് കുറച്ച് മുമ്പുള്ള സമയങ്ങളൊക്കെ കുറച്ചു നേരം ഒന്ന് നടത്താനൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അവർക്ക് അതിനൊക്കെ ഉള്ള സൗകര്യം ഒരുക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസിലായിരിക്കും, ലൊക്കേഷനിലായിരിക്കും ഹോസ്പിറ്റൽസിൽ ലേബർ റൂംസ് അവർ അറ്റാച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതും ഒരു ഹോസ്പിറ്റൽസിലെ ഇൻ പേഷ്യന്റ് സർവീസസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന വിപണിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചെക്കിങ് നടത്താൻ, ടെസ്റ്റുകൾ നടത്താൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ആ റൂമിലേക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, സ്കാനിങ്ങിനോ മറ്റെന്തെങ്കിലും ഒക്കെ. Then the next one is maternity ward.
അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു പ്രൈവസി വേണ്ട ഒരു സ്ഥലമാണ് മെറ്റർനിറ്റി വാർഡ്സ്, വേർ ദ മദർ ആൻഡ് ചൈൽഡ് ഈസ് ഷിഫ്റ്റഡ് ആഫ്റ്റർ ദ ഡെലിവറി. ഡെലിവറിക്ക് ശേഷം അമ്മയും കുഞ്ഞിനെയും മാറ്റുന്ന ഒരു സ്ഥലമാണ് മെറ്റേണിറ്റി വാർഡ്. അപ്പൊ മെറ്റേണിറ്റി വാർഡ് മറ്റേ പേഷ്യന്റ് വാർഡുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വാർഡായിരിക്കും. അവിടെ അങ്ങനെ അത്ര പ്രൈവസി ആവശ്യമുള്ള സ്ഥലമല്ല. ഇതെന്ന് പറഞ്ഞാൽ അമ്മ കുഞ്ഞ്, അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തായിരിക്കും. അപ്പൊ അവിടെ എന്താ പറയാ, പുരുഷന്മാർക്കൊക്കെ അത്രയും നേരമൊക്കെ നമുക്ക് അവിടെ പ്രവേശനം നൽകുന്ന ഒരു സ്ഥലമായിരിക്കില്ല. കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി, ഹെൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഒന്ന് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ കൂടെ പെണ്ണുങ്ങൾ തന്നെയാണ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് അതിന്റെ മെറ്റേണിറ്റി വാർഡ് ഷുഡ് ബി ഓൾസോ പ്രൊവൈഡഡ് ഇൻ പേഷ്യന്റ് സർവീസ്. ഇൻ പേഷ്യന്റ് സർവീസിൽ കൊടുക്കേണ്ട മറ്റൊരു സേവനമാണ് മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. അപ്പോ ഇൻ പേഷ്യന്റ് സർവീസസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന ഇൻപേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് നമ്മൾ ഈ കണ്ടത്. എന്തൊക്കെയായിരുന്നത്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. ഇതൊക്കെ എന്താണെന്ന് കേട്ടപ്പോ മനസ്സിലാവൂലേ? ഓരോ ആ ഒരു സാധനത്തിന്റെ പേര് പറയുമ്പോ തന്നെ അത് ഇന്നതായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാവോ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? യെസ്. Now let's see which are the outpatient services. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താണ്. Medical department provides two types of services, inpatient service and also outpatient service. രണ്ട് രീതിയിലുള്ള സേവനങ്ങളാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇൻപേഷ്യന്റ് സർവീസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതൊക്കെ. Now we have to study എന്താണ് ഔട്ട്പേഷ്യന്റ് സർവീസസ്. ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളതും വിശാലമായിട്ട് പഠിക്കാനുള്ളതും ഇവിടെ എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ്. ഔട്ട് പേഷ്യന്റ് സർവീസസിന്റെ ഒരു കുറച്ച് ലിസ്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഉപരി അതിനേക്കാൾ ബിയോണ്ട് നമുക്ക് കുറെ കൂടി എക്സ്ട്രാ കൂടി നമ്മുടെ നോട്ടിൽ താഴേക്കുള്ള നോട്ട്സിൽ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് മാത്രമുള്ളതെന്ന് വിചാരിക്കരുത്, കുറച്ച് എക്സ്ട്രാ ഉണ്ട്, ഇതിനകത്ത് പെടാത്തതും ഉണ്ട് നമുക്ക്. So now let's see which are the outpatient services provided. Outpatientsന് കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നും നോക്കാം. First one is casualty, then cardiology, dermatology, ENT, ear, nose, throat, geriatrics, gastroenterology, general surgery, hematology, obstetrics, pediatrics, neurology, oncology, and ophthalmology. Let's see what is these departments. ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കുഞ്ഞുതായിട്ടൊന്ന് പറയാം. കുഞ്ഞുതായിട്ട് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെ വലുതായിട്ടൊക്കെ കുറെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻസ് എന്താണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ. കാഷ്വാലിറ്റി ആണ്. കാഷ്വാലിറ്റി ഈസ് ദർ എനി അതർ നെയിം ഫോർ കാഷ്വാലിറ്റി? കേട്ടിട്ടുണ്ടോ നിങ്ങളെ? വേറെ ഏതെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ കാഷ്വാലിറ്റിക്ക്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അഗൈൻ വേറെ ഉണ്ടോ? വേറെ കേട്ടിട്ടുണ്ടോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പേരുണ്ട് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും കാഷ്വാലിറ്റിക്ക് പേരുണ്ട്. വീണ്ടും അതിനെ തന്നെ ഷോർട്ട് ചെയ്ത് A&E ഡിപ്പാർട്ട്മെന്റ് എന്നും പേരുണ്ട് കേട്ടോ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A&E ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 4 പേരുകളിലാണ് കാഷ്വാലിറ്റിനെ അറിയപ്പെടുക. ആൻഡ് മലയാളത്തിൽ അതിനെ അത്യാഹിത വിഭാഗം എന്നാണ് വിളിക്കുക. അത്യാഹിത വിഭാഗം. ആൻഡ് ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എന്താ കാര്യം? അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? കാഷ്വാലിറ്റിയിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് കയറുകയാണോ ചെയ്യുന്നത്? എന്ത് അസുഖം വന്നാലും ഓടി അങ്ങോട്ട് കാഷ്വാലിറ്റിയിലാണോ ചെയ്യുന്നത്? എമർജൻസി കേസസ് ആണ്. ഇപ്പോ എമർജൻസി കേസസ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റ്സ് എമർജൻസി കേസ് ആണ്. പിന്നെ എന്താ പറയാ, പോയിസണസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വിഷബാധയൊക്കെ ഏറ്റുമ്പോഴും ഈ പറയുന്നവർക്ക് പിന്നെ മറ്റൊന്ന് എമർജൻസി ഹാർട്ട് ഫെയിലിയേഴ്സ് അല്ലെ, ഹാർട്ട് അറ്റാക്സ്, മയോകാർഡിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് ചെല്ലുന്ന ആൾക്കാരെയൊക്കെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്കായിരിക്കും ആദ്യം കയറ്റുക. ബിക്കോസ് ദേ നീഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അവിടെ ഡോക്ടറെ കാണാനോ ചീട്ടെടുത്ത് നിൽക്കാനോ ഒന്നും അവിടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് കളയാനില്ല. ഇവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഏത് രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ ആയിക്കോട്ടെ, അവര് പെട്ടെന്ന് തന്നെ ഇവരെ ശുശ്രൂഷിക്കാനായിട്ട്, അതായത് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ നോക്കാനായിട്ട് അവർക്ക് എപ്പോ കോൾ വരുന്നു മറ്റൊരു മടിയും കൂടാതെ പെട്ടെന്ന് എത്തിച്ചേരണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സ്ഥലമാണ്. ദാറ്റ് മീൻസ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പേഷ്യൻസ് വിൽ ബി ബ്രോട്ട് ഇൻ ബൈ ആംബുലൻസ് ഓർ ഇൻ സ്ട്രെച്ചേഴ്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് മിക്കവാറും ഓടി വരുന്നത് നടന്നു വന്ന് കയറുന്നവരല്ല.
അവരെല്ലാവരും തന്നെ ഒന്നുകിൽ ആംബുലൻസിൽ അല്ലെങ്കിൽ ഈ സ്ട്രെച്ചേഴ്സിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റി ഇസ് എ ഡിപ്പാർട്ട്മെന്റ് വേർ ദ പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ബൈ ആൻ ആംബുലൻസ്. ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണ് കൂടുതലും നമുക്ക് കാഷ്വാലിറ്റിയിൽ കാണാൻ സാധിക്കുക. ആൻഡ് ദേ നീഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അവർക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവരുമാണ്. അപ്പൊ ഇതാണ് കാഷ്വാലിറ്റി എന്ന് പറയുന്ന വിഭാഗം. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ കാഷ്വാലിറ്റിയിൽ ഇടയ്ക്ക് പോകാറുണ്ടല്ലേ. ഇപ്പൊ ഈ നൈറ്റ് ടൈമിലൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അത് കുട്ടികളൊക്കെ പെട്ടെന്ന് വയ്യായ്ക വന്നാലേ രാത്രിയൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടി ഭയങ്കരമായിട്ട് വെറുതെ കിടന്ന് കരയുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഇപ്പൊ ചെവി വേദന, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ കൊച്ചുകുട്ടികളായതുകൊണ്ട് പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യം കൊടുത്ത് ചെയ്യാൻ നമുക്ക് പേടിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയിട്ട് വേഗം ഹോസ്പിറ്റൽസിലേക്കാ പോകുക. അവിടെ ചെല്ലുമ്പോ എന്താ, അത് അവിടുത്തെ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, ഒ പി ടൈമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഒ പിനെ കുറിച്ച് ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകും, കാഷ്വാലിറ്റിയിൽ എടുത്തിട്ട് പോയിട്ടാണ് ചീറ്റ് എടുക്കുക. അവിടെ കാഷ്വാലിറ്റി ആണ് അന്നേരം നമ്മൾ കാണിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അന്നേരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അവിടെ വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടാണ് ചീറ്റ് എടുക്കുക. അപ്പൊ നമ്മളെ അവിടെ ഏതെങ്കിലും ഡ്യൂട്ടി ഡോക്ടേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കാണിച്ചിട്ട് പോരുക. ഓക്കെ, അപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ചിലപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ അത്യാഹിത വിഭാഗത്തിലേക്ക് കാഷ്വാലിറ്റി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അവിടെ ഡോക്ടേഴ്സ് അടുത്ത് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ രാത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട്. അപ്പൊ അതാണ്, അല്ലാതെ അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതല്ല. പക്ഷെ ഇമ്മീഡിയറ്റ് കേസസിൽ ഇതുപോലെ സാധാരണ രോഗങ്ങൾക്കുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് കാഷ്വാലിറ്റിയിൽ ഒന്ന് കാണിക്കാം. എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ ഒരു കാഷ്വാലിറ്റി വിഭാഗത്തിൽ നമ്മൾ അങ്ങനെ രാത്രിയിലൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില സിറ്റുവേഷൻസിൽ പോകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ്, എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവര്, എക്സാമ്പിൾസ് പറഞ്ഞ ആക്സിഡന്റ് കേസ്, പോയിസണസ് കേസ്, ഹാർട്ട് അറ്റാക്സ്, ഇതൊക്കെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്ന എന്താ പറയാ രോഗികള്, പേഷ്യൻസ്. നെക്സ്റ്റ് വൺ കാർഡിയോളജി ആണ്. ആരാണ് മ്യൂട്ട് ചെയ്തത്? മ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാ? മ്യൂട്ട് ചെയ്യാമോ? ചെയ്തോ മ്യൂട്ട്? ഇല്ല. സഞ്ജു മ്യൂട്ട് ചെയ്യോ? ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ് വൺ ഈസ് കാർഡിയോളജി. കാർഡിയോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കാർഡിയോളജി ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട് പ്രോബ്ലംസ്, അല്ലെ? ഹാർട്ട് റിലേറ്റഡ് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ഹാർട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ഇഷ്ടംപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ബ്ലോക്ക്, അല്ലെ? പിന്നെ എന്താ പറയാ, ഈ നമ്മളുടെ ഹാർട്ട് ബീറ്റിന്റെ ആ ഒരു റേഷ്യോ ഒക്കെ താന്നു പോകുക, കൂടി പോകുക, അതൊക്കെ ഉണ്ടല്ലോ. ഹാർട്ട് ബീറ്റ് കൂടി കുറഞ്ഞൊക്കെ പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ. അങ്ങനെ ഹാർട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്? എന്തിനു വേണ്ടിയിട്ടുള്ളതാ ഡെർമറ്റോളജി? ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ പ്രോബ്ലംസ് ഓഫ് അവർ സ്കിൻ എന്ന് മാത്രം പറയരുത്. സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്. ഇന്ന് വൈഡ് റേഞ്ച് ആണ് ഈ ഡെർമറ്റോളജിയില്. സ്കിൻ മാത്രമല്ല, സ്കിന്നിന് വേണ്ടി മാത്രമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഇന്ന് ഡെർമറ്റോളജി. നമ്മുടെ ഹെയർ ഫോൾസ് അല്ലെങ്കിൽ ഹെയർ ലോസ്, എന്താ പറയാ, പിന്നെ എന്താ പറയാ, നമ്മളുടെ ഈ ഒത്തിരി നെയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ലേ? ആ നഖങ്ങളിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ കൊണ്ട് നഖം പെട്ടെന്ന് ചീത്തയായി പോവുക. ഈ എന്താ പറയാ, ചിലർക്ക് നഖം എപ്പോഴും ഇങ്ങനെ കാലിലൊക്കെ ആണെങ്കിലും നഖമൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ കുഴിനഖം പോലെയൊക്കെ വരിക, അങ്ങനെയൊക്കെ വരില്ലേ? അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെന്താ, ഇന്ന് അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് കോസ്മെറ്റിക് പ്രോബ്ലംസ് ആണ് കൂടുതൽ. പലതരത്തിലുള്ള കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, പിന്നെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക, അരിമ്പാറ, മുഖക്കുരു, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കും. അന്നേരം നമുക്ക് ഓർത്താൽ മതി. അപ്പൊ ഈ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ആണ് ഡെർമറ്റോളജി. അപ്പൊ ഡെർമറ്റോളജി ഇസ് എ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ട്രീറ്റ്സ് സ്കിൻ, ഹെയർ, നെയിൽ ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്. കോസ്മെറ്റിക് പ്രോബ്ലംസിനൊക്കെ വൈഡ് റേഞ്ച്, നല്ല ഒരു എന്താ പറയാ ഡിമാൻഡ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് വൺ ഇയർ, നോസ്, ത്രോട്ട്.
ENT എന്ന് നമ്മൾ ചെറുതായിട്ട് വിളിക്കും അല്ലെ. ENT എന്തിനു വേണ്ടിയിട്ടാ? ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അവിടെയുണ്ട് വൈഡ് റേഞ്ച് തന്നെ, ഒരുപാടുണ്ട്. നമ്മൾ ആ പറയുന്ന പോലെ ഇയറും നോസും ത്രോട്ടുമായിട്ട് അവിടെ ഉണ്ടാകുന്ന വേദനകളും ഒക്കെ മാത്രമല്ല, വേദനകൾ മാത്രമല്ല കേട്ടോ. അപ്പൊ ത്രോട്ട് ക്യാൻസർ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ത്രോട്ടിലും ഇയറിലും നോസിലും ഒക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ, മൂക്കില് ദശ വളരുക, പിന്നെ അങ്ങനെയൊക്കെ അതായത് നമ്മുടെ ഹെഡിന്റെ മുകളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചില ക്യാൻസേഴ്സ് പോലും ഇവിടെ ഈ ഒരു വിഭാഗത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. അപ്പൊ ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ നമ്മുടെ ENT പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജെറിയാട്രിക്സ്. കേട്ടിട്ടുണ്ടോ ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്? അതെ, എൽഡർലി പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ദിസ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് മെന്റ് ഫോർ എൽഡർലി പീപ്പിൾ. അവർക്ക് കൊടുക്കുന്ന വൈഡ് റേഞ്ച് ഓഫ് ഡിസീസസ് ഉണ്ട്. ഈ പറയുന്ന എൽഡർലി പീപ്പിൾ അനുഭവിക്കുന്ന കുറെ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? എന്താ പറയാ, ചിലപ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന, അധികം നേരം നിൽക്കാൻ പാടില്ല, കാലുകൾക്ക് വേദന, മസിലുകൾക്ക് വേദന, കാലൊക്കെ വളയ്ക്കാൻ പറ്റുന്നില്ല, കൈകൾ പഴയതുപോലെ എന്താ പറയാ വഴങ്ങുന്നില്ല, പിന്നെന്താ വിറയല്, പിന്നെന്താ തലചുറ്റല്, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ബോൺ ഡിസീസസ്, പിന്നെ എല്ല് തേയ്മാനം. പ്രായം ചെല്ലുമ്പോ ഒരു വിധം പ്രായമായി കഴിയുമ്പോ ഇതൊരു മെഷീനാണല്ലോ, കുറെ നാളായി വർക്ക് ചെയ്യുന്നത്. ആ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്ത് എന്ത് ചെയ്യും? അതിന് പല ഡിപ്രീസിയേഷൻ സംഭവിക്കും പല ഭാഗങ്ങൾക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും ഡിപ്രീസിയേഷൻ സംഭവിക്കാന്ന് പറയാൻ തേയ്മാനം സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് പറയാ, അപ്പൊ അതിൻ്റെതായ ആ ഒരു സിംറ്റംസ് ഒക്കെ പുറത്തേക്ക് വന്നു കൊടുക്കും. വേദനകളായിട്ടും മടക്കാൻ പാടില്ലാത്തതായിട്ടും നിവർത്താൻ പാടില്ലാത്തതായിട്ടൊക്കെ വരും. ഓക്കെ, അപ്പൊ അതൊക്കെ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. വയസ്സായവർക്ക് വേണ്ടി ചികിത്സിക്കാനായിട്ട് വയസ്സായ ഡോക്ടറിനല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ എൽഡർലി പീപ്പിളിന്റെ ഡിസീസസിനെ കുറിച്ച് പഠിച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക, ജെറിയാട്രിക്സ്. ഓക്കെ, അപ്പൊ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ട്രീറ്റ്സ് ദ എൽഡർലി പീപ്പിൾ, വയസ്സായവരെ ചികിത്സിക്കുന്നത്. ഇവിടെ നമുക്കറിയാം വയസ്സായവർക്ക് ഇങ്ങനെ ചികിത്സ കൊടുത്താലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്താ പറയാ ഇതിനെ കുറയ്ക്കാനേ പറ്റുള്ളൂ, മാറ്റാൻ പറ്റില്ല. കാരണം വയസ്സായല്ലോ, വയസ്സാകും തോറും നമുക്ക് പല അസ്വസ്ഥതകളും രോഗങ്ങളും നമ്മളെ പിടികൂടും. പിന്നെ അതൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമില്ല. പക്ഷെ അതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആഫ്റ്റർ ഓൾ ദേ വിൽ ബി ഹാപ്പി ദാറ്റ് ഇഫ് ദേ ഫീൽ ദാറ്റ് ദേ ആർ കെയർഡ് ബൈ സംവൺ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ ഇടയ്ക്ക് ഈ വയസ്സായ ആൾക്കാർ നമുക്കിപ്പോ അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അവിടെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വയസ്സായതാണ്, അവിടെ വല്ലതും പോയി ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാതെ എന്തെങ്കിലും രോഗമുണ്ട് അല്ലെങ്കിൽ ഇത് വയ്യ, എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവർ ഇതുപോലെയുള്ള വല്ല ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ച് അവർ കുറച്ച് മരുന്നൊക്കെ എഴുതി എന്താ ചെയ്യാ, ഇവർക്ക് വല്ല വൈറ്റമിനും മറ്റൊക്കെ ആയിരിക്കുള്ളൂ കൊടുക്കണേ. അതും കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവരുടെ പകുതി സുഖം മാറും. കാരണം ദേ ഫീൽ ദാറ്റ് ദേ ആർ കെയർഡ് ബൈ സംബഡി അല്ലെ, നമ്മളൊക്കെ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെ വരും. ആ ഫീലിംഗ് തന്നെ അത് എന്ത് ചെയ്യും, പല രോഗങ്ങളെയും ക്യൂർ ചെയ്യാനായിട്ട്, കുറച്ച് രോഗങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് സാധിക്കും. മനസ്സിന്റെ ഒരു സന്തോഷം നമുക്ക് ഒരുപാട് സുഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒത്തിരി എന്താ പറയാ ഫേസ് ചെയ്ത് അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ചില വലിയ വലിയ രോഗങ്ങൾ വന്നിട്ടേ തളർന്നു പോയാൽ അത് നമ്മുടെ രോഗവും അതോടൊപ്പം തന്നെ വർദ്ധിക്കുകയുള്ളൂ, അത് എന്ത് ചെയ്യില്ല, ക്യൂർ ചെയ്യപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ആ ഒരു സന്തോഷം കിട്ടിയാൽ മതി അവർക്ക്. അപ്പൊ അവർക്ക് മക്കൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പേരക്കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അവരെനിക്ക് മരുന്ന് വാങ്ങി തരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഫീലിംഗ് വരുമല്ലോ. അപ്പൊ അവരുടെ പകുതി അസുഖം മാറും. അത് തന്നെയാണ്. അപ്പൊ ആശുപത്രിയിൽ പോയി കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു, രോഗം ഭേദമായി എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസ്ട്രോഎൻട്രോളജി. എന്തായിരിക്കും? Gastroenterology is the department which deals with the stomach. Stomach, നമ്മുടെ small intestine, large intestine ഒക്കെ അല്ലെ, ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റൊമക്കിനകത്തുള്ള വൻകുടലും ചെറുകുടല്, പിന്നെന്താണ് പറയാ, പിന്നെ ഡൈജഷൻ പർപ്പസിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എൻസൈമുകളൊക്കെ ഉണ്ടല്ലേ, ലിവർ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഡൈജഷൻ പ്രോസസ്സിനകത്ത് വരുന്ന എല്ലാം തന്നെ ഇതെല്ലാം എല്ലാത്തിനോട് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ വയറിനകത്ത് സംബന്ധമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോവുക? ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ പോവുക. നെക്സ്റ്റ് വൺ ഈസ് ജനറൽ സർജറി. കോമൺ ആയിട്ടുണ്ടാകുന്ന പല സർജറീസും ആണ് ഇതിനകത്ത് വരിക. സർജറിക്ക് വേണ്ടി മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ സർജറി. നെക്സ്റ്റ് വൺ ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറയുന്നത്
ബ്ലഡ് വെസൽസിന്റെ അല്ലെ, ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. നമ്മുടെ രക്തത്തിന്റെ എന്താ പറയാ ബ്ലഡിൽ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, ഇപ്പൊ ഹീമോഗ്ലോബിൻ, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, WBC ഒക്കെ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലോ ഒക്കെ വരുമെന്നൊക്കെ പറയുമല്ലോ, പ്ലേറ്റ്ലെറ്റ്സ്, ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ് എഴുതിയാൽ മതി ഹെമറ്റോളജി, അതെല്ലാം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഒബ്സ്റ്റെട്രിക്സ് ആണ്. ഒബ്സ്റ്റെട്രിക്സ് എന്താണ്? അതായത് എന്താ പറയാ, കെയർ ട്രീറ്റ്മെന്റ് ഫോർ മദർ ആൻഡ് ചൈൽഡ് ബിഫോർ ചൈൽഡ് ബർത്ത്, ഡ്യൂറിംഗ് ദ ചൈൽഡ് ബർത്ത് ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. അതാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻസി പീരീഡില് പ്രഗ്നന്റ് ആകുമ്പോൾ മുതൽ അമ്മയ്ക്കും കുഞ്ഞിനും, പ്രഗ്നന്റ് ആകുമ്പോൾ അമ്മയും ഉള്ളിൽ കുഞ്ഞുണ്ടല്ലോ, അതും ഡ്യൂറിംഗ് ദ ബർത്ത്, അതായത് ജനിക്കാൻ പോകുന്ന സമയത്ത് ജനിക്കേണ്ട ആ ഒരു പീരീഡ്, പിന്നെ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, പിന്നെ ജനിച്ചതിന് ശേഷം, ഈ സമയത്തെല്ലാം കൊടുക്കുന്ന മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതെ, അപ് ടു പ്രഗ്നൻസി മുതൽ നമ്മുടെ ചൈൽഡ് ബർത്ത് വരെ. അപ്പൊ എന്താണ്, ഈ പണ്ടൊക്കെ ചൈൽഡ് ബർത്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സ്റ്റെട്രിക്സ് എന്നൊരു വലിയ ഒരു എന്താ പറയാ ഒരു വലിയ ഒരു ബ്രാഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, ഒരു ഡിപ്പാർട്ട്മെന്റായി മാറിയിട്ടുണ്ട്. ബിക്കോസ് പണ്ടൊക്കെ ഈ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലെ, അവിടെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും എന്താ പറയാ ശുശ്രൂഷകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കുളിപ്പിക്കുന്ന രീതിയില്, ഭക്ഷണം കൊടുക്കുന്ന രീതിയില്, അവരുടെ എന്താ പറയാ അമ്മയ്ക്കാണെങ്കിലും വയറൊക്കെ ചാടി വരാതിരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കല്, അവര് കിടക്കേണ്ട പൊസിഷൻ എങ്ങനെ കിടക്കണം, എപ്പോഴും ഇങ്ങനെ നിവർന്ന് അല്ല കിടക്കണം, ചരിഞ്ഞൊക്കെ കിടക്കാൻ പാടില്ല, നമ്മുടെ ബോൺസ് ഒക്കെ എന്താ എങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ ജോയിന്റ് ഒക്കെ ശരിയാകാൻ, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നടുവേദന വരും എപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളെയൊക്കെ പേടിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ് ടു ഇത്ര ദിവസങ്ങളുടെ അല്ലെങ്കിൽ 10-28 ദിവസമൊക്കെ വരെ ആ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ റുട്ടീൻ പോലെ ഫോളോ ചെയ്യണം. അപ്പൊ ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ ആരെ ചെയ്തിരുന്നത്, നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചെയ്തിരുന്നത്, കുട്ടിയെ കുളിപ്പിക്കുന്നതും നമ്മളെ കുളിപ്പിക്കുന്നതും ഒക്കെ അവരെ ചെയ്തിരുന്നത്. ബട്ട് ഇൻ നവഡേയ്സ് there is a special branch for that. ഇന്ന് ഇത്തരം കാര്യങ്ങളും ട്രീറ്റ്മെന്റുകളും ഒക്കെ തരാൻ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഇത്ര ആ റെസ്റ്റ് ചെയ്ത പീരീഡ് ഈ അമ്മയും കുട്ടീനെയും കൊണ്ട് നേരെ ഇവിടുന്ന് പോകും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇപ്പൊ ഹോസ്പിറ്റൽസ് മാത്രമല്ല കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് സ്റ്റേഷനിലൂടെ നമ്മുടെ പുറത്തുണ്ട്, പുറത്ത് പ്രൈവറ്റ് ആയിട്ടും ഇങ്ങനെ ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ റൺ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവിടെ നിന്ന് നേരെ കുട്ടിയും അമ്മയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹോൾ ആ ഒരു ഡ്യൂറേഷനിൽ എത്ര കാലാവധിയിലാണോ അത്രയും ഒരു ഫിക്സഡ് എമൗണ്ട് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവര് എന്താ പറയാ പുറത്തേക്ക് വരുമ്പോഴേക്കും സുന്ദരിയായിട്ട് പഴയ ആ ഒരു രൂപത്തിലേക്ക് അമ്മയും ആക്കിയിട്ട് വിടും. കാരണം കുറച്ച് പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ആ ഒരു പ്രീവിയസ് രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ പീഡിയാട്രിക്സ് എന്താ? ഫോർ ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻ അവരുടെ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. അപ് ടു ദ ഏജ് ഓഫ് 15, ഏകദേശം 10-15 വയസ്സ് വരെയൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കുട്ടികൾക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പല രോഗങ്ങൾ വന്നാലും നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പോകുക പീഡിയാട്രിക്സില്. കുറച്ചൊക്കെ ചില ആൾക്കാർ 15 കഴിഞ്ഞ് 18 കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. 15 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഇവിടെയാണ് പണ്ടുടങ്ങി കാണിച്ചത്. പക്ഷെ പിള്ളേർക്ക് നാളാവും അല്ലെ അവിടെ പോകാനായിട്ട്. കാരണം അവിടെ ചെന്നിരിക്കുമ്പോ എന്താ പീഡിയാട്രിക്സില് മറ്റേ കുഞ്ഞു പാവകളൊക്കെ കൊണ്ട് 12 വയസ്സ് വരെ ഒപ്പിടിക്കല് തരത്തോളൂ പീഡിയാട്രിക്സില്. അപ്പൊ അത്രയും ആ ഒരു സമയം വരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ നോക്കും. പക്ഷെ അവർക്ക് ആ ഒരു എന്താ പറയാ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കുട്ടിയായിട്ട് തന്നെ വിചാരിക്കുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ ഒരു 10-15 വയസ്സ് വരെയൊക്കെയാണ് നമ്മുടെ സർജറീസ് വരെയൊക്കെ നടത്തുന്ന ഒരു 15 വയസ്സ് വരെയുള്ള ഇവരെയൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് ചിലത്. അതാണ് പീഡിയാട്രിക്സ് എന്ന് വിളിക്കുന്നത്. ന്യൂറോളജി എന്താ? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് അവർ നെർവസ് സിസ്റ്റം ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഓരോന്ന് വേർഡ് കാണുമ്പോൾ എന്തിനെ റിലേറ്റ് ചെയ്തതാണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓങ്കോളജി, ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ ക്യാൻസർ, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ
ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ ആൻഡ് ഓൾസോ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. മൂന്നുണ്ട് കേട്ടോ. അതായത് ക്യാൻസറിനെ ചികിത്സിക്കുക, ക്യാൻസർ കണ്ടെത്തുക, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുക. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലയിടത്തൊക്കെ നമുക്ക് ഈ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കൊള്ള വേദനയില്ലാത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കാണിച്ചോ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് മേ നോട്ട് ബി ഹാംഫുൾ നമ്മുടെ ശരീരത്തിൽ, ചിലപ്പോൾ അതൊരു ഉപദ്രവകാരിയാവില്ല. അങ്ങനെ വെറുതെ അതവിടെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു അബ്നോർമൽ ഗ്രോത്ത് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്കിൽ അത് കുഴപ്പമില്ല. എല്ലാ മുഴകളും ക്യാൻസർ ആണോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് നോക്കും. അപ്പൊ അത് ഡയഗ്നോസിസ് ചെയ്യണം. മുഴ കാണുമ്പോ അപ്പൊ തന്നെ എന്തോ ക്യാൻസർ എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഡയഗ്നോസിസ് നടക്കുന്നുണ്ട്, മാത്രമല്ല പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റുകളും എന്താ പറയാ ക്യാൻസർ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓങ്കോളജിയിലാണ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒഫ്താൽമോളജി. വാട്ട് ഈസ് ദിസ്? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ ഐ പ്രോബ്ലംസ് അല്ലെ. നമ്മുടെ കണ്ണിന്റെ പ്രോബ്ലംസ്, നമ്മളുടെ വിഷൻ കാഴ്ചപ്പാട്, ഇത് കാഴ്ച അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ophthalmology. So now we have studied different inpatient services and outpatient services provided in medical departments. Each and everything I think you might have followed. എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ മാം, ക്ലിയർ. ഓക്കെ, ഇതിന്റെ കുഞ്ഞു എക്സ്പ്ലനേഷൻസ് ഇപ്പൊ നമ്മൾ എഴുതുന്നില്ല, കാരണം there is no time. അത് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കുഞ്ഞു ഒരു എക്സ്പ്ലനേഷൻസ് എഴുതി തരും ഞാൻ. അത് ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് തരോട്, അയച്ചു തരുന്നൊന്നും അല്ലാട്ടോ പറയുന്നത്. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. പക്ഷെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി വരിക. നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ആസ്ക് യു വിച്ച് ഈസ് ദിസ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ടു എന്ന് ഞാൻ ചോദിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ട് ഇത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ ചടചടയെന്ന് ടപ്പയെന്നൊക്കെ ഉത്തരം പറയാനായിട്ട് റെഡി ആയിട്ട് വരണം. ഓക്കെ? Okay, ma'am. Thank you. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ എല്ലാവർക്കും? Yes. യെസ് മാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നോ ഡൗട്ട്സ്. ഓക്കെ. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് അതൊക്കെ ഒന്ന് നോക്കുക, അതിലേക്ക് കൂടി ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ടീച്ചർ എന്താണ് ഞാൻ പറഞ്ഞ ഓരോ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വരാം. നെക്സ്റ്റ് ഡേ. ബൈ. ടാറ്റാ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.